ജംഗ്ഷനിൽ നിന്ന് വളരെ ഊഷ്മളമായ ഒരു സ്വീകരണം, മാലിയും താളമേളങ്ങളും അതോടൊപ്പം തന്നെ തുറന്ന ജീപ്പിലുള്ള എതിരേൽപ്പും എല്ലാം ഘോഷയാത്രയെല്ലാം വളരെ കൃത്യമായ ധാരാളം കുത്തിക്കൊടുകളൊക്കെയും കൂടി വളരെ മനോഹരമായ പാട്ടുകളൊക്കെ പാടി നമുക്ക് ടൗണിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് പോരുവാനായിട്ട് ഇടയായത്. ഇന്നൊരു പെരുന്നാൾ അല്ല എങ്കിലും അതിൻ്റെ കാരണം എന്നുള്ളത് വളരെ നാളായി നമ്മൾ ആഗ്രഹിച്ച ഒരു മിഷൻ വീടിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു, അത് പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും അല്ലായ്മകളും ഒക്കെയും അനുഭവിച്ചാണ് നമ്മൾ ആ വീടിൻ്റെ പണികൾ പൂർത്തീകരിച്ചത്. അത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. കാലാകാലങ്ങളിൽ ഇവിടെ വരുന്ന ശുശ്രൂഷകർക്ക് കുടുംബമായിട്ട് താമസിച്ച് വേല ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഈ ദേവാലയത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഇതിൻ്റെ ഏതാണ്ട് 1/3 വലിപ്പമുണ്ടായിരുന്ന സമയത്ത് തൊട്ട് ഇവിടെ ഞാൻ വരുന്നു. അതിനുശേഷം കുറച്ച് മുമ്പോട്ട് നമ്മളെടുത്തു, കുറേ പിന്നോട്ടെടുത്തു, പിന്നെ കുറേ മുമ്പോട്ടെടുത്തു, പിന്നെ കുറേ പിന്നോട്ടെടുത്തു, പിന്നെ ഇങ്ങേ സൈഡിലേക്ക് എടുത്തു, പിന്നെ അങ്ങേ സൈഡിലേക്ക് എടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഇത്രയും മനോഹരമായൊരു ആലയം നിർമ്മാനും അതിമനോഹരമായൊരു മിഷൻ വീട് പൂർത്തീകരിപ്പാനും ഇടയായി തീർന്നിരിക്കും. അതിൽ സഭാമക്കളുടെ കഠിനാധ്വാനത്തെയും നിങ്ങളെ പ്രാർത്ഥനയെയും ത്യാഗത്തെയും സംഭാവനകളെ എല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. സംഭാവനകൾ നൽകിയ, അതിനുവേണ്ടി പ്രാർത്ഥിച്ച, അതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഈ സഭയുടെ വളർച്ചയിൽ അതിൻ്റെ സ്ഥാപനം മുതൽ ഇന്ന് വരെ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് നമ്മുടെ സഭയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധമായ സഹായ സഹകരണങ്ങളെയും ഓർത്ത് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെയും ഞാൻ ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. മഹയുടെ പേരുള്ള നന്ദി, സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്തു. ധാരാളം ആളുകൾ അതിനൊരു പക്ഷേ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഓരോരോ കാലഘട്ടങ്ങളിലെ നിർമ്മിതിയിൽ ശുശ്രൂഷകരായി വന്നിട്ടുള്ളവരും ഇടവപ്പെട്ടക്കാരായിട്ട് വന്നിട്ടുള്ളവരും അതിന് നല്ല കൈത്താങ്ങലുകൾ നൽകി. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആ ഭവനം, അതിൻ്റെ നിർമ്മിതിയിലും നിങ്ങൾക്കെല്ലാവർക്കും പങ്കാളിത്തമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ സഹകരിച്ച് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടങ്ങളിൽ ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന എത്രയും ബഹുമാനമുള്ള റവറൻ ഡോക്ടർ KD ദേവസി അച്ഛൻ, എത്രയും സ്നേഹമുള്ള നമ്മുടെ ശുശ്രൂഷൻ AC ജെയിംസ് സാറ്, അവർ കുടുംബമായി ഇടവകയിലും ഇവിടെയും ശുശ്രൂഷകൾ ചെയ്യുന്നു. പ്രത്യേകിച്ച് അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഭയുടെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, ഡയസിൻ കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ട കപ്പിയാരച്ചൻ, എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ പണികൾക്കൊക്കെയും മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ സമയത്ത് ഓർക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വേദോസം എങ്ങനെയാണ് പറയുന്നത്, എൻ്റെ നാമത്തിൽ ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുത്താലും അതിനും പ്രതിഫലം ഇല്ലാതെ പോയില്ല. ആരെല്ലാം ഇതിനു വേണ്ടി സംഭാവനകൾ ചെയ്തുവോ, മനഃപൂർവ്വമായ ദാനങ്ങൾ ചെയ്തുവോ, അതെല്ലാം കാണുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം അവർക്ക് പകരം നൽകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഇനിയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട പുണ്യാളച്ചനെ ഞാൻ സമയത്ത് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ലഭിക്കാത്ത പള്ളികൾ ഈ പ്രദേശങ്ങളിൽ കുറവാണ്. അദ്ദേഹത്തിന് ദൈവം നൽകുന്ന എല്ലാവിധമായ സാധ്യതകളും ദൈവരാജ്യത്തിൻ്റെ വർധനയ്ക്കും അതോടൊപ്പം തന്നെ സഭകളുടെ വിവിധങ്ങളായ പുരോഗമനത്തിനും അതുപോലെ പല സഹായങ്ങൾക്കും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മുടെ മധ്യയെ അദ്ദേഹം വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഓർത്തും ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മനോഹരമായി യൂണിഫോമൊക്കെ ധരിച്ച് പാട്ടുകൾ പാടുന്ന നമ്മുടെ ഗായകസംഘ അംഗങ്ങൾ അവിടുന്ന് ടൗണിൽ നിന്ന് പോന്നപ്പോൾ വളരെ മനോഹരമായിരുന്നു. നിങ്ങളുടെ ഘോഷയാത്രയും നിങ്ങളുടെ യൂണിഫോമോട് കൂടിയ ഗായക സംഘത്തിൻ്റെ പാട്ടും ഇവിടെയുള്ള അവരുടെ ആരാധനയുടെ പങ്കാളിത്തവും അവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗ്രാമ്പി സഭയിലെ ശുശ്രൂഷനായിരിക്കുന്ന സ്നേഹമുള്ള അഗസ്തി സാറ് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. വളരെ നേരത്തെ ഞങ്ങൾ പരിചയക്കാരാണ്. വീണ്ടും ശുശ്രൂഷയിൽ ഒരുമിച്ച് നിൽപ്പാനിടയായതിൽ അതിയായ സന്തോഷമുണ്ട്. അവരെ ദൈവം കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ.
പ്രിയപ്പെട്ട കൊച്ചുമ്മമാർ, പ്രിയപ്പെട്ട മറ്റ് സഭകളിൽ വന്നിട്ടുള്ള പ്രിയമക്കളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥിരീകരണ ശുശ്രൂഷയാണ് ഇന്ന്, അല്ലേ? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക, അല്ലേ? ഉറപ്പിക്കുക. ഓക്കെ. അല്ലെങ്കിൽ തമിഴിൽ എന്നാ പറയുന്നത്? ദൃഢപ്പെടുത്തൽ, അല്ലേ? ദൃഢപ്പെടുത്തൽ അല്ലെങ്കിൽ ഉറപ്പിക്കുക അല്ലെങ്കിൽ കൺഫേം ചെയ്യുക, കൺഫർമേഷൻ, അല്ലെങ്കിൽ അത്. അവിടെ ഇന്നത്തെ പ്രധാന ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളാണ്. ആര്? 21 പേരുടെ പേര് ഇവിടെ തന്നായിരുന്നു. 2 പേര് കുറവാണെന്നാണ് സാറ് പറഞ്ഞത്, അച്ഛനും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 19 പേരുണ്ട്. ഞാൻ പെണ്ണിയൊന്നും നോക്കുന്നില്ല, 19 പേര് ഉണ്ട്. ഓക്കെ. നിങ്ങളെല്ലാം വളരെ നന്നായിട്ട് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് സാറ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നല്ലപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച കാര്യത്തിൽ നിന്ന് അച്ഛൻ തിരുമേനി പ്രത്യേകിച്ച് ചോദിക്കേണ്ടതില്ല. ചോദിച്ചാൽ എന്ത് ചെയ്യും? അവരെല്ലാം ഉത്തരം പറയും. അവർ വെറുതെ സമയം കളയണമെന്നില്ല. അതെല്ലാം അവർ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനപ്പുറമായിട്ട് വലിയ കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചു എന്നുള്ള രീതിയിലാണ് സാർ എന്നോട് പറഞ്ഞത്. ഏതായാലും നിങ്ങളെ സൺഡേ സ്കൂളിൽ വേദവചനം പഠിപ്പിച്ചവരെയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥിരീകരണ പാഠങ്ങൾ പഠിപ്പിച്ചവരെയും എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഈ സഭയിൽ നിന്നും ഉള്ളവർ മാത്രമല്ല, മറ്റ് സഭകളിലുള്ളവരെയും ഇവിടെ ഉണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റും. ഓക്കെ. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ ഇന്ന് വന്നിട്ടുള്ളവരെന്ന് കൈവയ്ക്കേ. മാതാപിതാക്കന്മാർ, പ്രൈസ് ലോർഡ്, താങ്ക് യു. ഓക്കെ, കൈതാത്തട്ട്. ഈ കുഞ്ഞുങ്ങളുടെ ജ്ഞാനമാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവർ കൈവയ്ക്കേ. ജ്ഞാനമാതാക്കന്മാർ, ഓക്കെ. പുറമെ നിൽക്കുന്നവരും കൈവയ്ക്കുന്നത് കാണാം. വളരെ സന്തോഷം. നിങ്ങൾ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ഈ സ്ഥിരീകരണ ശുശ്രൂഷയിൽ കുഞ്ഞുങ്ങളെ ഒരുക്കി കൊണ്ടുവന്നതിന് പ്രത്യേകമായുള്ള നന്ദി, സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്തു. നിങ്ങളുടെ കടമകളൊക്കെ നിങ്ങൾ ചെയ്ത് കാണും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, അല്ലേ? ആരുടെ കടമകൾ? മാതാപിതാക്കന്മാരുടെയും ജ്ഞാനമാതാപിതാക്കന്മാരുടെയും കടമകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഈ കുട്ടികൾ ഇവിടെ വന്നെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഈ ഉപദേശങ്ങളെല്ലാം അതിനാണ് അടിസ്ഥാനപ്പെട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കന്മാരും ജ്ഞാനമാതാപിതാക്കന്മാരും ചില പ്രതിജ്ഞകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ എടുത്തിട്ടുണ്ട്, അല്ലേ? സുമാർ 14 വർഷം മുമ്പ് എങ്കിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് വേണ്ടി ചില പ്രതിജ്ഞകൾ അവർ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞകൾ ഇന്ന് നിങ്ങളെന്ത് ചെയ്യുന്നു? നിങ്ങൾ സ്വയം ഏറ്റെടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ പരിശോധന എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഈ ശുശ്രൂഷയിൽ. പരിശോധന എന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങളാണ്. അതിന് നിങ്ങൾ ഉത്തരങ്ങളൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അകത്തെ വളരെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അന്ന് നിങ്ങളുടെ ജ്ഞാനമാതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകളെ ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. സാരം ഇത്രയേ ഉള്ളൂ. അന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജ്ഞാനമാതാക്കന്മാർ എടുത്ത പ്രതിജ്ഞകൾ ഞങ്ങൾ എടുക്കുന്നു, സ്വയം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ സാരം അത്രമേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ഓർത്തോണം. ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നതോട് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതൊക്കെയാണ് നിങ്ങൾ പറയുന്നതെന്ന് എപ്പോഴും ഓർത്തോണം. ഓക്കെ. ഇന്ന് നമ്മൾ സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ചപ്പോൾ അവിടെ ഒരു വാക്യം കണ്ടു. ആ വാക്യം റെഫറൻസ് ഞാൻ പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യമാണ്. നോക്കണമെന്നില്ല, കാണാതെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. കുട്ടികളെല്ലാം എല്ലാവർക്കും പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം നോക്കാതെ പറയണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, അല്ലേ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ആര് പറഞ്ഞതാ അത്? അത് ഇവർ പറഞ്ഞാൽ മതി. ആര് പറഞ്ഞതാണ്? യേശു പറഞ്ഞതാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യും? യേശുവിൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. മനസ്സിലായല്ലോ? ആ വാക്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യേശു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 6-ാം അധ്യായം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ.
இந்த வார்த்தைகள் உன் இதயத்தில் இருக்க கடவுளே. நீ அவைகளை உன் பிள்ளைகளுக்கு கருத்தாய் போதித்து, நீ உன் வீட்டில் உட்கார்ந்து இருக்கும் போதும், வழியில் நடக்கும் போதும், படுத்துக் கொள்ளுகிற போதும், எழுந்திருக்கும் போதும் அவைகளை குறித்து பேசி, அவைகளை உன் கையின் மேல் அடையாளமாக கட்டிக் கொள்வாயாக. അவைകൾ ഉൻ കണ്ണുകൾക്ക് നടുവേ ജ്ഞാപകക്കുറിയായി ഇരുക്ക കടവത്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. മനസ്സിലായോ? എന്താ എല്ലാവരും ഒന്ന് എടുത്തായിരുന്നു, ആ വാക്യം എടുത്തായിരുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 7, 8 എന്നീ വാക്യങ്ങൾ. എട്ട് വേണേൽ നമുക്ക് വിട്ടേക്കാം. കൃത്യമായിട്ടും 6ഉം 7ഉം വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 6ഉം 7ഉം നിങ്ങളത് വായിച്ച് നോക്കി. ഒന്നുകൂടെ വായിക്കാം. നിങ്ങളൊന്ന് വായിച്ചേ, ആൺകുട്ടികളൊന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6ഉം 7ഉം വാക്യം. ഉപാഗമം ആണോ? ഉപാഗമം 6, 6ഉം 7ഉം വാക്യങ്ങൾ. ഓക്കെ, എടുത്തവരൊന്ന് വായിച്ചേ. ആൺകുട്ടികൾ എടുത്തവർ ആദ്യം എടുത്തവർ വായിച്ചേ, ഇല്ലെങ്കിൽ പെൺകുട്ടികൾ വായിക്കും. വഴിയിൽ നടക്കിற போதும் കൊള്ളുകിற போதும் எழுந்திருந்த போதுം அவைகளை குறித்து பேசி. മതി, പേശി. ഓക്കെ, ഇതിൻ്റെ ചുരുക്കം ഇത്രയുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇത് ആര് പറഞ്ഞതാണ്? കുട്ടികളോട് മാത്രമാണ് ചോദ്യം. ഇത് ഇന്ന് നമ്മുടെ ദിവസമാണ് കേട്ടോ. എനിക്ക് നിങ്ങളോടാണ് ചോദ്യം. ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിക്കും. നിങ്ങളോടാണ് ചോദ്യം. ഉത്തരം പറയേണ്ട ആരാണ്? നിങ്ങളാണ് അല്ലേ? ചോദ്യം ചോദിച്ചാൽ അന്നേരം തന്നെ എന്ത് ചെയ്യണം? ഉത്തരം പറയണം അല്ലേ? തെറ്റാണെങ്കിലും ശരിയാണ് എന്ത് ചെയ്യണം? ഉത്തരം ഉടൻ കിട്ടണം. അല്ലെ എന്ത് ചെയ്യും? സമയം പോകും. ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് വെച്ച് താമസിച്ചാൽ 10 ചോദ്യം ചോദിക്കുമ്പം താമസിച്ച് ഉത്തരം പറഞ്ഞാൽ 10 മിനിറ്റ് പോയി അല്ലേ? ഇത് എത്ര മണിക്കൂർ ആരാണെന്നറിയാമോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാറിനോട് പറഞ്ഞിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇന്ന് 2 മണി ആകുമ്പോൾ എന്ത് ചെയ്യും? ആരാണ് തീരണമെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. 2 മണിക്കെങ്കിലും എന്ത് ചെയ്യണം? ആരാണ് തീർക്കണം. എനിക്ക് വേറെ മറ്റ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അതിനിപ്പുറം തീർക്കണം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. 2 മണി എന്നാണ് വെച്ചിരിക്കുന്നത് അല്ലേ? 2 മണി കഴിഞ്ഞ് ആൾക്കാർ എന്ത് ചെയ്യാവുള്ളൂ? വാച്ച് നോക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, അതുവരെ ചോദ്യം ഉത്തരം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആര് പറഞ്ഞിരിക്കുന്നതാണ്? ആരാ പറഞ്ഞേക്കുന്നത് ഇവിടെ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഇത് പുസ്തകം ഏതാ? ആവർത്തന പുസ്തകം യേശു ഉണ്ടോ? ആര് പറഞ്ഞ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ആര് പറഞ്ഞതായിരിക്കും? ഓക്കെ, ദൈവം പറഞ്ഞതായിരിക്കും. എന്നാലും ആര് പറഞ്ഞതായിരിക്കും? മോശയാണ് ഇത് എന്ത് ചെയ്യുന്നത്? പറയും. മോശയാണ് പറയുന്നത്. ആരോട് പറയുന്നു? ഇസ്രായേൽ മക്കളോട് പറയുന്നു. മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. ആര് പറഞ്ഞത്? ദൈവം ഇസ്രായേൽ മക്കളോട് പറയാനായിട്ട് മോശയെ പറഞ്ഞ് ഏൽപ്പിച്ച വചനങ്ങൾ മോശ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ മക്കളോട് പറയും. ഓക്കെ, എന്താ പറയുന്നത്? 6-ാം വാക്യം എന്താ പറയുന്നത്? എന്താ? ദൈവം പറഞ്ഞതായിട്ട് മോശ പറയുന്ന കാര്യമാണ്. എന്താണ്?
അവിടെ വചനങ്ങൾ എന്ന് പറയും ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം, കൽപ്പനയാണ് അല്ലേ? ആ കൽപ്പനകൾ എന്ത് ചെയ്യണം? എവിടെ ഇരിക്കണം? നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. കൽപ്പനകൾ എവിടെ ഇരിക്കണം? നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. പിന്നെ ഹൃദയത്തിൽ ഇരുന്നാൽ മാത്രം മതിയോ? നീ അവയെ ആർക്ക് ഉപദേശിച്ചു കൊടുക്കണം? നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. പിന്നെ അതുമാത്രം മതിയോ? നീ വീട്ടിലിരിക്കുമ്പോഴും, പിന്നെ വഴി നടക്കുമ്പോഴും, പിന്നെ കിടക്കുമ്പോഴും അല്ലെങ്കിൽ പടുക്കുമ്പോഴും, പിന്നെ എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് പേശണം അല്ലേ? സംസാരിക്കണം. ഇവയെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നിന്റെ ഹൃദയത്തിലിരിക്കുന്ന കൽപ്പനയെക്കുറിച്ച് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അന്ന് ഇതുപോലെ പുസ്തകങ്ങളില്ല അല്ലേ? പുസ്തകങ്ങളില്ല. ഇപ്പോൾ ചുരുളൊക്കെയാണ് അല്ലേ? ഈ ചുരുളും കൈ പിടിച്ചുകൊണ്ട് മക്കളെല്ലാം വിളിച്ചിരുത്തി ഇതിങ്ങനെ രാവിലെ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വഴി നടക്കുമ്പോഴെല്ലാം എന്ത് ചെയ്യണം? സംസാരിച്ചുകൊണ്ടിരിക്കണം. ആരോടാ? 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 മക്കളോട്. വേറെ അയൽക്കാരോടൊന്നും അല്ല. പിന്നെ മക്കളോടാ പറയേണ്ടത് അല്ലേ? അത് സാധ്യമാണോ? സാധ്യമല്ല അല്ലേ? പുസ്തകം ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇത് എവിടെ ഇരിക്കണം? ആദ്യം ഹൃദയത്തിലിരിക്കണം. ഹൃദയത്തിലിരിക്കാതെ തന്നെ പുസ്തകം ചുമന്നുകൊണ്ട് നടക്കുന്ന കാര്യം ഇല്ല, ചുരുൾ ചുമന്നുകൊണ്ട് നടക്കുന്ന കാര്യമില്ല അല്ലേ? ആദ്യം ഇത് ആരുടെ ഹൃദയത്തിരിക്കണം? നിന്റെ ഹൃദയത്തിരിക്കണം. ഒരു വീടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നിന്റെ എന്ന് പറയുന്നത് ആരെക്കുറിച്ചായിരിക്കും പറയുന്നതെന്നറിയാമോ? ആ വീട്ടിലെ അപ്പനെ കുറിച്ചാണ് അല്ലേ? തന്തൈ ആണോ? ഞാൻ പറഞ്ഞ വാക്ക് ശരിയാണോ? അപ്പ അല്ലേ? അപ്പാടെ ഹൃദയത്തിൽ ഇരിക്കണം. ഏത്? അന്നത്തെ രീതി പറയാണ്. അപ്പാടെ ഹൃദയത്തിൽ എന്തിരിക്കണം? ഈ കൽപ്പന ഇരിക്കണം. ഏത് കൽപ്പന? ഏത് കൽപ്പനയാ? നമ്മൾ ആദ്യം ഒരു സുവിശേഷത്തിൽ നിന്നൊരു വാക്യം വായിച്ചു. അതെന്നാ വാക്യം? എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണേ, പേടിക്കൊന്നും വേണ്ട, കൂളായിട്ട് ഇരുന്നാൽ മതി അല്ലേ? ഇപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഒന്നാന്തരം ഓരോ അപ്പക്കഷ്ണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞാണ് ആരാധന കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന്. അപ്പോൾ സാറ് പറഞ്ഞ് പറ്റത്തില്ല, പിള്ളേരെല്ലാം വീണ് പോകും, അതുകൊണ്ട് ഇപ്പം തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നിട്ടാണ് പിന്നെ എന്ത് ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വീഴാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. ഓക്കെ, ഉറക്കെ എന്തൊരു ഉത്തരം പറയാം ധൈര്യമാണ്. ഏതാ കൽപ്പന? നിങ്ങൾക്ക് എത്ര കൽപ്പന അറിയാം? 10 അറിയാവോ? 10 കൽപ്പന നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ഈ 10 കൽപ്പനകൾ എവിടെ ഇരിക്കണമെന്നാണ് പറഞ്ഞത്? ആരുടെ ഹൃദയത്തിൽ? ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം രീതി പറഞ്ഞാൽ ആരുടെ ഹൃദയത്തിൽ ഇരിക്കണം? അപ്പൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം അല്ലേ? അപ്പാടെ ഹൃദയത്തിൽ ഇരിക്കണം. പിന്നെ അപ്പ എന്നാ ചെയ്യണം? അത് മക്കളോട് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. എപ്പോഴെല്ലാം പറഞ്ഞു കൊടുക്കണം? എല്ലാ സമയത്തും അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. നിങ്ങളുടെ അപ്പായുടെ ഹൃദയങ്ങളിലൊക്കെ ഈ കൽപ്പന ഉണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതാണ്. ആരാ എന്നാ ഉത്തരം പറഞ്ഞതെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. ധൈര്യമായിട്ട് എന്ത് ചെയ്യുക? ഉത്തരം പറയാം കേട്ടോ. പയ്യെന്ന് തലയാട്ടിയാലും മതി. തലയാട്ടുന്നതിന് പല അർത്ഥങ്ങളുണ്ടല്ലേ? ഇങ്ങനെ ആട്ടാം, ഇങ്ങനെ ആട്ടാം അല്ലേ? കുറച്ച് പിള്ളേർക്ക് ഇങ്ങനെ ആട്ടി. അതിൻ്റെ അർത്ഥം എന്നാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം അല്ലേ? അപ്പാടെ ഹൃദയത്തിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിലുള്ളത് അപ്പ എന്ത് ചെയ്യും? ഉപദേശിച്ചു കൊടുക്കും അല്ലേ? അപ്പാടെ ഹൃദയത്തിൽ കൽപ്പന ഇല്ലെങ്കിൽ എന്തായിരിക്കും ഉപദേശിക്കുന്നത്? കൽപ്പന ഉണ്ടെങ്കിൽ കൽപ്പന ഉപദേശിക്കും. കൽപ്പന ഇല്ലെങ്കിലോ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതെന്ത് ചെയ്യും? ഉപദേശിക്കും. അത് നിങ്ങൾക്ക് പരിചയമായിരിക്കും അല്ലേ? അപ്പാടെ ഹൃദയത്തിലുള്ളതെല്ലാം നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ സ്ഥിരം എന്ത് ചെയ്യുന്നതാണ്? കേൾക്കുന്നതാണ് അല്ലേ? അപ്പം നിങ്ങൾ അപ്പാടെ ഹൃദയത്തിൽ എന്തായിരിക്കുന്നത് അറിയാം അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ എന്തിരിക്കണം എന്നാണ് മോശ എന്ത് ചെയ്തത്? ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്തിരിക്കണം? ദൈവത്തിൻ്റെ കൽപ്പന. ഇന്ന് ഞാൻ നിന്നോട് പറയുന്ന കൽപ്പനകൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഇസ്രായേൽ മക്കളെ മുഴുവനും നോക്കി മോശ അരുളി ചെയ്യുന്ന വചനങ്ങളാണ്. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ മോശ ഇസ്രായേൽ മക്കളെ ഉപദേശിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൽപ്പന 10 ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ? അത് വേദോസ്തയിൽ എവിടെയാണ് ആദ്യം കാണുന്നത്? ഓക്കെ, യാത്രാഗമനത്തിലാണ് കാണുന്നത്. ഏതാ അധ്യായം? 20-ാം അധ്യായം. പിന്നീട് എവിടെയാണ് കാണുന്നത്? ഉപാഗമം. എത്രാം അധ്യായം? 5-ാം അധ്യായം അല്ലേ? എന്തിനായിരിക്കും യാത്രാഗമനത്തിൽ പറഞ്ഞിട്ട് പിന്നെ ഉപാഗമനത്തിൽ പിന്നെയും പറയുന്നത്? ചുരുക്കമായിട്ടല്ല, മുഴുവനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുക. അഞ്ചാം ആവർത്തനം 5-ലും അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുമെന്ന് അറിയാനാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? പുസ്തകത്തിൻ്റെ പേരുകൾ ഓർത്തോണം. ആദ്യം പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് അല്ലെങ്കിൽ യാത്രാഗമം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആവർത്തനം അല്ലെങ്കിൽ ഉപാഗമം. എന്താ തമ്മിലുള്ള വ്യത്യാസം? ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ഉപാഗമം എന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കമല്ല, ആവർത്തിച്ച് പറയാം. അത് തന്നെയാണ്, അത് മുഴുവനും വീണ്ടും ആവർത്തിച്ച് പറയുന്നതാണ് ആവർത്തനം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് അത് ഡ്യൂട്ടോണം എന്ന് പറഞ്ഞിരിക്കുന്നു, മലയാളം നമ്മൾ ആവർത്തനം എന്ന് പറയുന്നു, തമിഴ് എന്ത് ചെയ്യുന്നു? ഉപാഗമം എന്ന് പറയുന്നു. അപ്പോൾ യാത്രാഗമത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും എന്ത് ചെയ്യുന്നു? എടുത്തു പറയുന്നു. അതാണ് ആവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, യാത്രാഗമത്തിൽ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഉപാഗമത്തിൽ എന്തിനു പറഞ്ഞു എന്നാണ് ചോദ്യം. എന്തിനായിരിക്കും പറഞ്ഞു? ഒന്ന് സങ്കല്പം നോക്കിക്കേ. പെൺകുട്ടികൾ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ആണുങ്ങൾ പറയും. ഓക്കെ, എന്തായിരിക്കും? ഓക്കെ, സമയം കളയുന്നില്ല, ഞാൻ തന്നെ പറയാം. നമുക്കറിയാം, മോശയാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്? ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ അത് ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? അത് മോശയ്ക്ക് ദൈവം നൽകി. അതിനുശേഷം ഇപ്പം എത്ര വർഷമായി കാണും? ഇത് പറയുമ്പോൾ എത്ര വർഷമായി കാണും? വേറെ ആരും പറയുന്നത് ഈ പിള്ളേർ മാത്രം. എന്തുമാത്രം അവർ ഇത് കേട്ട് വായിച്ച് അത് മനസ്സിലാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്കും മനസ്സിലാക്കാൻ കുഴപ്പമില്ല. പുറപ്പാടിൽ പറഞ്ഞിരിക്കുന്ന ആദ്യം പറഞ്ഞിരിക്കുന്നതും ആവർത്തനത്തിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന തമ്മിൽ എത്ര വർഷത്തെ വ്യത്യാസം കാണും? ഉദ്ദേശം പറഞ്ഞാൽ കൃത്യം വേണ്ട. 100 വർഷം ഇവിടെ ഒരു 100 വർഷം പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1000 വർഷം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1600 വർഷം പറഞ്ഞിട്ടുണ്ട്, വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2000 വർഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1000 പിന്നെ ഒരു 1000 കൂടെ വന്നിട്ടുണ്ട്. പെൺകുട്ടികൾ ആരും പറഞ്ഞില്ല കേട്ടോ. എത്ര വർഷം കാണും? പുറപ്പാട് പുസ്തകത്തിൽ ആദ്യം 20-ാം തീയതി പറഞ്ഞിരിക്കുന്നതും ആവർത്തന പുസ്തകം 5-ാം അധ്യായം പറഞ്ഞിരിക്കുന്നതായിട്ട് എത്ര വർഷത്തെ ഗ്യാപ്പ് കാണും? 10. ഒരാൾ 10 ആയി. ഓക്കെ, 10. 2 പേർക്കും കൊണ്ട് പറയാം കുട്ടികൾക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. ഇത്ര മിനിറ്റ് എല്ലാം കൂടെ ചേർത്ത് പറയാം. അടുത്ത ചോദ്യം, പുറപ്പാട് പുസ്തകത്തിൽ കേട്ട ജനമാണോ ആവർത്തന പുസ്തകത്തിൽ ഇത് കേൾക്കുന്നത്? നിങ്ങൾ മാത്രം, വേറെ പുറമേ ആരും പറയരുത്. അല്ലാന്നെങ്ങനെ നിങ്ങൾ പറഞ്ഞേ? പുറപ്പാട് പുസ്തകത്തിൽ കേട്ട ആൾക്കാരാണോ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ ഇത് കേൾക്കുന്നത്? ഇല്ല എന്ന് പറയുന്നു, അല്ല എന്ന് പറയുന്നു. അങ്ങനെ പറയാൻ കാരണമല്ല. ചോദ്യം ഉടനെ തീരുക കേട്ടോ. അടുത്ത് ശുശ്രൂഷയിലേക്ക് കയറുക. വളരെ ഫ്രീ ആയിട്ടിരുന്നോ. നിങ്ങൾ എന്തിനു വന്ന? സ്ഥിരീകരണത്തിനല്ലേ? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാൻ തന്നെ. എന്നത് ഉറപ്പിക്കുന്നത്? എന്നത് ഉറപ്പിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. അത് അറിയത്തില്ലാതെ തന്നെ ഉറപ്പിക്കും. അറിവില്ലായ്മ എന്ത് ചെയ്യും? ഉറപ്പിക്കും. അറിയാവുന്നതാണെങ്കിൽ എന്ത് ഉറപ്പിക്കും? അറിവ് ഉറപ്പിക്കും അല്ലേ? പഠിച്ചു വന്നവരെല്ലാം എന്ത് ചെയ്യും? അറിയാവുന്നവരെല്ലാം എന്ത് ചെയ്യും? അറിവ് ഉറപ്പിക്കും. പഠിക്കാത്തവരെന്ത് ചെയ്യും? അറിവില്ലാത്തവരെന്നെ ചെയ്യും? അറിവില്ലായ്മ ഉറപ്പിക്കും. രണ്ടും ഏതായാലും ഇവിടെ നിന്ന് ഉറപ്പിച്ച് എന്ത് ചെയ്തുള്ളൂ? പോകത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ എല്ലാവരും എങ്ങനെ പോകണം? നിങ്ങളുടെ അറിവ് ഉറപ്പിച്ച് പോകണം അല്ലേ? അതിനായി ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഓക്കെ, പറഞ്ഞേ, വേറെ പറഞ്ഞേ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുഞ്ഞുങ്ങളോട് ചോദ്യം ചോദിച്ചു. വേദഭാഗം വായിക്കാനാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം പറഞ്ഞു.
ആ കൊച്ചു ഉൽപ്പത്തി തൊട്ട് നോക്കി യെശയ്യാവ് കഴിഞ്ഞ് എസെക്കിയേലായപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അത്രയൊന്നും നോക്കണ്ട, എന്ത് ചെയ്താൽ മതി, എളുപ്പന്ന് ആഗരാതി എന്ന് പറഞ്ഞൊരു പരിപാടി ഇന്നില്ല, ഇതിൻ്റെ ആദ്യമുണ്ട്. അത് നോക്കിയിട്ട് ടക്കെന്ന് എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കാം. അതുകൊണ്ട് പുസ്തകം തപ്പുന്ന എല്ലാവരും, പ്രായമുള്ളവരും ചെറുപ്പക്കാരും പിഞ്ചുകുതികളും എല്ലാവരും ഓർക്കുക, ഏതെങ്കിലും പുസ്തകം എവിടെയാണോ നമുക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം, ആഗരാതി ആദ്യത്തെ പേജ് എടുക്കുക, അതിൻ്റെ അപ്പുറമായിട്ട് ഇത് പുസ്തകങ്ങളുടെ ക്രമം പറഞ്ഞിട്ടുണ്ട്, പുസ്തക ക്രമം പറഞ്ഞിട്ടുണ്ട്, അത് ടക്കെന്ന് ഇങ്ങനെ നോക്കുക, അത് കണ്ട് അതിൻ്റെ പേജ് നമ്പർ എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ട് ടക്കെന്ന് എന്ത് ചെയ്യണം. സാധാരണ ആൾക്കാർ എടുക്കുന്നതിനേക്കാളും മുമ്പ് എടുക്കാൻ സാധിക്കും. അല്ലാതെ പണ്ട് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ചെയ്തിരുന്നതെന്ന് അറിയുമോ, അവർ പുസ്തകം എടുക്കുമ്പോൾ ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ അത് തുറക്കുമ്പോൾ ഉൽപ്പത്തി ആയിരിക്കും, മത്തായി എന്ന് പറഞ്ഞാൽ അത് തുറക്കുമ്പോൾ മത്തായി തന്നെ ആയിരിക്കും, സങ്കീർത്തനം പറഞ്ഞാൽ സങ്കീർത്തനം തന്നെ ആയിരിക്കും. അവർക്ക് അറിയാം കൃത്യം ആ പുസ്തകം എവിടെ കിടക്കുന്നത്. അതിനാണ് പറയുന്നത് പുസ്തക പരിചയം എന്ന് പറയും. നമ്മൾ സാധാരണ ക്വിസ് മത്സരത്തിനൊക്കെ എന്ത് ചെയ്യാണ്ട്, സൺഡേ സ്കൂളിലൊക്കെ ഒരു മത്സരദിനമാണ് എന്ത്, പുസ്തക പരിചയം. പുസ്തക പരിചയം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഉൽപ്പത്തി പറഞ്ഞാൽ അടുത്ത് വെളിപ്പാടായിരിക്കും, അടുത്ത് എന്ത് ആയിരിക്കും, അത് അടുത്ത മലാക്കി ആയിരിക്കും പറയും. അപ്പോൾ ടക്ക് 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 എന്ത് ചെയ്യും, ആൾക്കാരെ നോക്കി എടുക്കുക. അതിനാണ് പുസ്തക പരിചയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേദപുസ്തക പരിചയം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഈ പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യണം, വായിച്ചു നോക്കണം അല്ലേ, വായിച്ചു നോക്കണം. ഇതേത് പുസ്തകം ഉടനെ നോക്കിയിട്ട് ഏതിൻ്റെ തലക്കെട്ട് നോക്കണം, അതൊക്കെ നോക്കി എന്ത് ചെയ്യാം, പുസ്തകം പരിചയപ്പെടാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ പുസ്തകം പരിചയപ്പെട്ട് വരുമ്പോൾ പുസ്തകങ്ങൾ എവിടെയാണ്, ഉൽപ്പത്തി എവിടെയാണ് കിടക്കുന്നത് ചോദിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് വെളിപ്പാട് പുസ്തകം നോക്കേണ്ട കാര്യമേ ഇല്ല. ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ ആദ്യമാണ് അല്ലേ, ആദ്യത്തെ പുസ്തകം നോക്കേണ്ട സാധിക്കും. ഓക്കെ, ഒന്നുകൂടെ തിരിച്ചു വരാം. എത്ര വർഷം ആൾക്കാരല്ലാന്ന് നിങ്ങൾ പറഞ്ഞു, അതെങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്? 2 ചോദ്യമാണ്. വർഷം 1000 2000 വരെ എന്ത് ചെയ്തു പോയി, 10 വർഷം തൊട്ട് അല്ലേ. ഓക്കെ, ഞാൻ തന്നെ പറയാം. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ അതിന് ഒത്തിരി ധാരാളം ദൈവ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വേദപുസ്തകത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് യേശുവിൻ്റെ ജനനം, രക്ഷണ്യ വേല എന്ന് പറയുന്നത്, അതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, ഓരോരോ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് വരുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിട്ട് പോകാൻ കാരണവും ഒരു പ്രവചനമാണ്. അവിടെ അവർ എത്ര വർഷം താമസിക്കണമെന്നുള്ളതും എന്താണ്, പ്രവചനമായിരുന്നു. അത് എന്ന് പറയുന്നത് എത്ര വർഷമായിരുന്നു? മിസ്രൈമിൽ അടിമകളായിട്ട് ഇസ്രായേൽ മക്കൾ താമസിച്ച കാലഘട്ടം അല്ല 430 സംവത്സരം. 430 സംവത്സരമാണ് അവർ അവിടെ താമസം. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 430 വർഷം എന്ത് ചെയ്യും, നിങ്ങളവിടെ അടിമകളായിരിക്കും. അബ്രഹാമിനോട് ഇസാക്കിനോട് യാക്കോബിനോടുള്ള വാഗ്ദത്തങ്ങളൊക്കെയും പറയുന്ന കൂട്ടത്തിൽ ഇസ്രായേലിനോട് പറയുന്ന ആ ഒരു പ്രത്യേകമായ കാര്യമാണ് അവിടെ പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ആ കൃത്യം വർഷം ആ സമയത്ത് ഇപ്പം എന്ത് ചെയ്യും, അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. മരുഭൂമിയിൽ കൂടെ അവർ എത്ര വർഷം നടന്നു? 40 വർഷം. അതാണ് നിങ്ങൾ പറയുന്ന, എപ്പോഴും പറയുന്ന ഒരു പക്ഷേ 40 വർഷം. മരുഭൂമിയിൽ കൂടെ അവിടെ 40 വർഷം നടന്നു. പുറപ്പാട് പുസ്തകം പ്രവേശിക്കുമ്പോൾ അവർ 40 വർഷം തുടങ്ങി അല്ലേ, 40 വർഷം തുടങ്ങി. ആ വചനം കേട്ട ആൾക്കാരെ എല്ലാം എന്ത് ചെയ്തു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെല്ലാവരും മരിച്ചു. 40 വർഷത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ 38 വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, അവരെല്ലാവരും മരിച്ചു. മരുഭൂമിയിൽ നിന്ന് അവർ പുറത്ത് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ യോർദാൻ കടക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തു, അവരെല്ലാവരും മരിച്ചു. അവരെല്ലാവരും മരിച്ചോ? ഇല്ല, 2 പേരെ അതിനകത്ത് ജീവിച്ചു. അതാരാണ്? യോശുവയും കാലേബും അല്ലേ, 2 പേര്. 2 പേര് മാത്രമല്ല, നമ്മൾ എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോൾ ഓർക്കണം, 600,000 ആൾക്കാരാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത് ഇസ്രായേലിലേക്ക് പോകാനായിട്ട്, അല്ല കനാനിലേക്ക് പോകാനായിട്ട്. 600,000 എന്ന് പറഞ്ഞാൽ എത്രയാ? 600,000 എത്രയാ? എന്ന് പറഞ്ഞേ 6 ലക്ഷം. 6 ലക്ഷം ജനങ്ങളാണ് എന്ത് ചെയ്തത്, മരുഭൂമി കൂടെ യാത്ര ചെയ്യുന്നത്. ഈ 6 ലക്ഷം എങ്ങനെയാണ് കണക്കാക്കിയത് അറിയാമോ? 6 ലക്ഷം കണക്കാക്കിയിരിക്കുന്നത് 20 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ്. 20 വയസ്സിന് മുകളിലേക്ക് യുദ്ധത്തിന് പോകാൻ പ്രാപ്തരായ യോദ്ധാക്കളുടെ എണ്ണമാണ് ഈ പറയുന്നത്, പുരുഷന്മാരുടെ എണ്ണമാണ് ഈ പറയുന്നത്. മറന്നു പോകരുത്, യുദ്ധത്തിന് പുറപ്പെടാൻ പ്രാപ്തിയുള്ള 20 വയസ്സിന് മുകളിലേക്കുള്ള പുരുഷന്മാരുടെ എണ്ണമാണ്. ഒത്തിരി പ്രായമായ ആൾക്കാരെ അതിൻ്റെ അകത്ത് കൂട്ടത്തുമില്ല. ആ ആൾക്കാരുടെ എണ്ണമാണ് 600,000 എന്ന് പറഞ്ഞിരിക്കുന്ന 6 ലക്ഷം.
അങ്ങനെ നമ്മൾ മൊത്തം റഫായിട്ട് കണക്ക് നോക്കിയാൽ ഏതാണ്ട് 32 ലക്ഷത്തിനും 35 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, അവരിങ്ങനെ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ 600,000 ആൾക്കാരാണ് എന്ത് ചെയ്തത്, മരിച്ചു പോയത്. അതിൽ മരിക്കാതിരുന്ന 2 പേരാണ് യോശുവയും കാലേബും. അവർ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇവിടെ മോശ കനാൻ നാട്ടിൽ പ്രവേശിച്ചോ? ആ സമയത്ത് മോശയും പ്രവേശിച്ചില്ല. 2 പേരുടെ കൂട്ടത്തിൽ ആരുമില്ല, മോശയില്ല. അപ്പം മോശയും പ്രവേശിച്ചില്ല. അപ്പം മോശയ്ക്കറിയാം യോർദാൻ കടന്ന് എന്ത് ചെയ്യത്തില്ല, അങ്ങോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഈ മോശ എന്ത് ചെയ്യുന്നു, ജനങ്ങളെല്ലാം കൂട്ടിവരുത്തി ഈ കൽപ്പനകളെല്ലാം വീണ്ടും പറയാണ്. ആരോട്? മരുഭൂമിയിൽ വെച്ച് ജന്മം കൊണ്ട അല്ലെങ്കിൽ അന്ന് എണ്ണപ്പെടാത്ത ശിശുക്കളായിരുന്ന ആൾക്കാർ ഇപ്പോൾ എന്തായിരിക്കുന്നു, അവർ പ്രായമുള്ളവരായി തീർന്നിരിക്കുന്നു. പുത്തൻ തലമുറ എന്നൊക്കെ ചുരുക്കി പറയാം. പുത്തൻ തലമുറയോട് എന്ത് ചെയ്യുന്നു, പഴയ ആൾക്കാരോട് പറഞ്ഞ അതേ കാര്യം തന്നെ മോശ എന്ത് ചെയ്യുന്നു, ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യം എന്തായിരുന്നു? പുതിയ ആൾക്കാരോട് പറയാം, പുത്തൻ തലമുറയോട് പറയാം. പഴയ തലമുറ എന്ത് ചെയ്തു, അവരെല്ലാം കേട്ടു, അവരെല്ലാം മരിച്ചു പോയി. വീണ്ടും എന്ത് ചെയ്യുന്നു, മോശ ഇത് ആവർത്തിച്ച് എടുത്തു പറയുകയാണ്. അതാണ് ആവർത്തന പുസ്തകം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കൽപ്പന ആർക്കുള്ളതാണ്? വാസ്തവം പറഞ്ഞാൽ പുരുഷന്മാർക്കുള്ളതാണ്, കുടുംബനാഥന്മാർക്കാണ് പറയുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കുടുംബനാഥന്മാരാണ് ഇത് കേൾക്കേണ്ടത്. അവർ കേട്ട് അവരുടെ ഹൃദയത്തിൽ അതിരിക്കണം. അത് ആർക്ക് വേണ്ടിയാണ് ഹൃദയത്തിൽ വെക്കുന്നത്? അവരുടെ മക്കൾക്ക് അത് ഉപദേശിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അപ്പമാരുടെയും അമ്മമാരുടെയും ഒക്കെ ഹൃദയത്തിൽ ഈ കൽപ്പനകൾ ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ പലരും പല രീതിയിൽ എന്ത് ചെയ്തു, തലയാട്ടി. ചിലരില്ലാന്ന് പറഞ്ഞു, ചിലരൊന്നും മിണ്ടാതിരിക്കുന്നു, അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട് അല്ലേ. പ്രിയ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്തില്ല, അറിയത്തില്ല. ഏതായാലും ഒരു കാര്യം അവർക്ക് നിശ്ചയമാണ്, എന്തില്ല. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. എന്തില്ല? ഈ കൽപ്പന ഇല്ല. അത് പിള്ളേർക്ക് വളരെ സ്പഷ്ടമായിട്ട് അറിയാം. പിന്നെ ഉള്ള കാര്യം ഞാൻ പറയുന്നത്, കൽപ്പന എവിടെ ഇരിക്കണം? ഹൃദയത്തിലിരിക്കണം. ആ കൽപ്പന എന്ത് ചെയ്യണം? എല്ലാ സമയത്തും എന്ത് ചെയ്യണം? പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ അർത്ഥം എല്ലാ സമയത്തും അങ്ങനെ പറയുക എന്നുള്ളതല്ല. ആ കൽപ്പനയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മുടെ ദൈനംദിന ജീവിതം എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായിക്കോണം. കൽപ്പന പറയുക, കുഞ്ഞുങ്ങളോട് പറയുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ സമയവും അങ്ങനെ പറയുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഉള്ളിലുള്ള ഈ ജീവൻ്റെ വചനമനുസരിച്ച്, കൽപ്പന അനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ദൈനംദിന ജീവിതം നയിക്കേണ്ടതാണ് എന്നാണ്. ജീവിതത്തിൽ എല്ലാ സമയത്തും പാലിക്കപ്പെടേണ്ടതാണ് ഏത്? ഈ കൽപ്പനകൾ. എത്ര കൽപ്പന? 10 കൽപ്പന അല്ലേ. 10 കൽപ്പന നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കൽപ്പന എന്താ? എന്നെ ഒന്നുകൂടെ പറഞ്ഞേ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകും. അത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ഒരു കൽപ്പന. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം അവിടെ ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ യഹോവയായ ദൈവം ആണ് അല്ലേ. നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ സർവശക്തനായ ദൈവമാണ് ആര്? നമ്മുടെ ദൈവം അല്ലേ. സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവമല്ലാതെ വേറെ ഒരു ദൈവത്തെയും ആരാധിക്കും. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ആരാധിക്കരുത് എന്ന് ഇത് തന്നെ പറയുന്നുണ്ട് അല്ലേ. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. നിങ്ങൾ ഒരു പക്ഷേ അത് മുമ്പ് വായിച്ചിട്ടുണ്ടാവാം. ഓക്കെ, പിന്നെ മറ്റനേക കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ആത്മീയ, ഭൗതിക, രാഷ്ട്രീയ, സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ബാധിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള, അവൻ്റെ ചിന്താഗതികളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു കൽപ്പനയാണ് എന്ത് ചെയ്തിരിക്കുന്നത്. കൽപ്പന അത് വിവരിച്ച് പറയുമ്പോൾ പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് പറയാം. അവിടെ പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമില്ലാത്തവർ, നിന്റെ ശത്രു എന്നാ പറയുന്നത്. നിന്റെ ശത്രുവിൻ്റെ ആടോ മാടോ കഴുതയോ അത് ചുമടിൻ്റെ അടിയിൽ കിടന്ന് എന്ത് ചെയ്തു? ജീവൻ പോകാനായിട്ട് വെപ്രാളപ്പെടുക. രണ്ട് ചുമട് വലിച്ചുകൊണ്ട് പോയതാണ്. നിനക്ക് ഇഷ്ടമില്ലാത്ത നിന്റെ ശത്രു എന്ത് ചെയ്യുന്നു? അതിനെ ഒന്ന് പൊക്കി രക്ഷപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. അവന് പറ്റുന്നില്ല. അവനെ ഓർത്ത് നീ രക്ഷ ചെയ്യത്തില്ലെങ്കിലും എന്ത് ചെയ്യണം? ആ മൃഗത്തെ ഓർത്ത് എന്ത് ചെയ്യണം? അതിന് രക്ഷപ്പെടാനായിട്ട് നീ, അല്ലെങ്കിൽ ചുമടിൻ്റെ അടിയിൽ നിന്ന് ഈ മൃഗത്തെ രക്ഷിച്ചു വിടാൻ നീ അവന് സഹായം ചെയ്യണം അല്ലേ. അത്രയും ശ്രേഷ്ഠം വരെ ഒരു കൽപ്പന ലോകത്ത് എവിടെയാണുള്ളത്?
പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണറിയാൻ പാടില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യരുത്? കണി വെക്കരുത്, അല്ലെ കുഴി കുഴിക്കരുത്. കാരണം എന്താ? അവന് കണ്ണറിയുന്നില്ല. ചെവി കേൾക്കാത്ത ആൾക്കാരെ എന്ത് ചെയ്യരുത്? ശപിക്കരുത്. ചെവി കേൾക്കാത്ത ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ശപിക്കരുത്. കാരണം അവന് കേൾക്കത്തില്ല. അത് ആര് കേൾക്കും? പക്ഷേ ദൈവം കേൾക്കും. കണി വെച്ചാൽ കണ്ണറിയത്താൽ എന്ത് ചെയ്യത്തില്ല? അവൻ അറിയത്തില്ല. പക്ഷെ ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യും? ദൈവം ശിക്ഷിക്കും. അത്രമാത്രമാണ് ഇതിൻ്റെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത്. അത്രയും വിശാലമായിട്ടുള്ള ഒരു തത്വമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ ഇത്രയും മനോഹരമായി, ഇത്രയും ശേഷമേറിയ കൽപ്പനകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ലോകത്തറിയപ്പെടുന്ന എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയും നിയമസംഹിതകളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെയാണ്. ഈ ബൈബിളിലുള്ള അടിസ്ഥാന പ്രമാണങ്ങളിൽ അടിസ്ഥാനപ്പെട്ടാണ് എന്ന് പറഞ്ഞത്. കാരണം ഒന്നാമതായിട്ട് എഴുതി ഉണ്ടാക്കിയ കൽപ്പന നിയമസംഹിത എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത കൽപ്പനകളാണെന്ന് തന്നെ അതും പല സ്ഥാനത്തും പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഇരിക്കണം. ഇതിൽ ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? എസ്കേൽ പ്രവചനം 36-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, നിങ്ങളുടെ കല്ലായ ഹൃദയം എന്നാ ചെയ്യും? കല്ലായ ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം തരും. ഞാൻ എൻ്റെ കൽപ്പനകളെ എന്ത് ചെയ്യും? നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? ആക്കും. നിങ്ങളുടെ ഉള്ളിൽ ആക്കും. എൻ്റെ കൽപ്പനകളെ എന്ത് ചെയ്യും? നിങ്ങളുടെ ഉള്ളിലാക്കും. ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ മോശം എടുത്തു പറയുന്നത് അത് തന്നെയാണ്. ഈ കൽപ്പനകൾ എന്ത് ചെയ്യും? നിൻ്റെ ഉള്ളിലിരിക്കണം. ഉള്ളിലിരിക്കണമെന്ന് പറഞ്ഞ കൽപ്പന എന്ത് ചെയ്തില്ല? ഉള്ളിലില്ലായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് എന്ത് ചെയ്തു? അവർ പാത്രീഭൂതരായി. അതുകൊണ്ട് ദൈവം വീണ്ടും എസ്കേൽ പ്രവാചകനോട് പറയുകയാണ്, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ആ കൽപ്പന നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ എഴുതും. ആദ്യ കൽപ്പന മോശയ്ക്ക് എഴുതി കിട്ടിയത് എവിടെയാണ്? കൽപ്പന എവിടെ എഴുതി കിട്ടിയത്? പറഞ്ഞേ. ഇതുപോലെ പേപ്പറയിലാണോ, ചുരുളയിലാണോ? കല്ലിൽ, അല്ലേ? കല്ലിൽ എഴുതി. എന്തിനാ കല്ലിൽ എഴുതിയത്? എന്തിനാ മാഞ്ഞു പോകാതിരിക്കുന്നില്ല? പറഞ്ഞാൽ പോലെ എന്തിനു മായാതിരിക്കണം? പറഞ്ഞു. ഇവിടെ നമ്മളൊരു ഫലകം എന്ത് ചെയ്തിട്ടുണ്ട്? അനാച്ഛാദനം ചെയ്തല്ലേ? അത് പേപ്പറിലാണ് എഴുതിയിരിക്കുന്നത്. എത്ര എഴുതിയിരിക്കുന്നത്? ഇവിടെ ഒരു ഫലകം വെച്ചിട്ടുണ്ട്. കണ്ടായിരുന്നു നിങ്ങൾ രാവിലെ ഫലകം എന്ന് പറഞ്ഞാൽ ശിലകൾ വെച്ചിട്ടില്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് ഈ മിഷൻ ഹൗസ് ദൈവത്തിൻ്റെ നാമം മൗത്തെടുക്കട്ടെ. ഈ മിഷൻ ഹൗസ് എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ന മാസം എത്രാം തീയതി ഇന്ന ബിഷപ്പ് എന്ത് ചെയ്തു? അത് ഡെഡിക്കേറ്റ് ചെയ്തു. ഇന്നത്തെ അച്ഛൻ ആരായിരുന്നു, ഇന്നത്തെ ഉപദേശിയാരായിരുന്നു, അന്നത്തെ കൈക്കാരന്മാരാരായിരുന്നു, കമ്മിറ്റിക്കാരാരായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു. നമുക്കറിയത്തില്ല, അല്ലേ? അത് നമുക്കറിയത്തില്ലേ? എന്തിനേ കല്ല എഴുതി വെക്കുന്നത്? അഥവാ നിർബന്ധമാണ് എന്ത് ചെയ്യുക? ഒരു പേപ്പർ എഴുതി വെച്ചാൽ പോലെ, അല്ലേ? എന്തായിരിക്കും കല്ല എഴുതി? ഒത്തിരി വർഷത്തേക്ക് ഇരിക്കണം. പറഞ്ഞ് ശരിയാണ്. ഇന്നോ നാളെയോ അടുത്ത ആഴ്ചയിലോ അടുത്ത മാസമോ ഇരുന്നാൽ പോരാ, പിന്നെയോ ധാരാളം വർഷത്തേക്ക് ഇരിക്കണം. ഇവർ ആരെല്ലാം ഇതിലേക്ക് കടന്നു പോകുന്നു അവരെല്ലാം കാണണം ഈ മിഷൻ ഹൗസ് എന്നാണ് ഉണ്ടാക്കിയത്, ആരായിരുന്നു ആ കാലങ്ങളിലുള്ളത്. അതൊരു 100 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതങ്ങനെ ഇരിക്കും, അല്ലേ? 100 വർഷം കഴിഞ്ഞാൽ പേപ്പറിലൊക്കെ ഇരിക്കും, വലിയ പാടാണ്, അല്ലേ? അപ്പോൾ ആൾക്കാർ മാറും, തലമുറകൾ മാറി വരുമ്പോൾ ഏത് തലമുറ വന്നാലും എന്ത് ചെയ്യണത്? വായിക്കണം. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ട് മാഞ്ഞു പോകാതിരിക്കണം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? കല്ലിൽ എഴുതിക്കൊണ്ടു. ഓക്കെ, അപ്പം മുമ്പ് ഇവിടെ നിന്ന് നിങ്ങൾ പറഞ്ഞു അതിൻ്റെ വിശദീകരണം എന്ത് ചെയ്തിട്ട് വേദോസ് കൊടുത്തിട്ടുണ്ടല്ലേ? ഉൽപ്പത്തി പ്രഭാത പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ 20 അധ്യായം തൊട്ട് ഏതാണ്ട് 34-ാം അധ്യായം വരെ ഇടയ്ക്ക് ചെറിയ ഇടവേളകൾ ഒഴിവാക്കി നമ്മൾ നോക്കിയാൽ അത് മുഴുവൻ ഈ കൽപ്പനയുടെ വിശദീകരണമാണ്. കൽപ്പനകളുടെ വിശദീകരണം, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം കൂടെ കല്ല് എഴുതി കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ ഭയങ്കര കല്ലിൻ്റെ ഒരു വേളമായിരിക്കും, അല്ലേ? അപ്പോൾ അതെല്ലാം ചുരുക്കി 10 കൽപ്പനയായിട്ട് എന്ത് ചെയ്തു ദൈവം? അത്രയും പ്രധാനപ്പെട്ടതായിട്ടാണ്. അതുകൊണ്ട് അത് അനുസരിക്കാതെ വന്നുകൊണ്ട് ദൈവം പ്രവാചകന്മാരോട് എന്ത് പറയുന്നു? അതെന്ത് ചെയ്യും? നിങ്ങളുടെ ഉള്ളിലാക്കും, ഇനി ഹൃദയത്തിൽ എഴുതുമെന്ന് പറയും. ഹൃദയത്തിൽ എഴുതിയാൽ എന്ത് ചെയ്യും? ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാകുക, നമ്മുടെ കൽപ്പനകൾ ഉള്ളിലാക്കുക എന്നതിന് അർത്ഥം. ഓക്കെ, അതും കൂടെ ഞാനൊന്ന് ചേർത്ത് പറയാം. കൽപ്പനക്കുള്ളിലാകുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
കൽപ്പന ഉള്ളിലാകുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് വളരെ പരിചിതമായൊരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ? മൊബൈൽ ഫോൺ. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് വിളിക്കണം, പപ്പായെ വിളിക്കുകയാണ് അല്ലേ? പപ്പയുടെ ഫോൺ നമ്പർ എന്ത് ചെയ്യുന്നു? പപ്പയുടെ ഫോൺ നമ്പർ നമ്മൾ ഇപ്പോൾ ഒത്തിരി നമ്പറുള്ള നമുക്ക് പലപ്പോഴും നമ്പർ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാറില്ല. പേരുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സൂക്ഷിക്കുന്നത് അല്ലേ? അപ്പോൾ പപ്പയുടെ പേര് എന്നാണ്? ഇപ്പോൾ ജോസഫാണ്, JOS അടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? പപ്പയുടെ ഫോൺ നമ്പർ പേര് മുഴുവനും വരും അല്ലേ? അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ പേരുകളും എന്ത് ചെയ്യും? ചിലപ്പം വരും. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? ഇതിനകത്ത് സേവ് ചെയ്തിരിക്കുക. സേവ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ജോസഫ് എന്നടിക്കാൻ JO അടിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു? ജോസഫ് വന്നു. കാരണം ഇതിൻ്റെ അകത്ത് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? സേവ് ചെയ്തിരിക്കുക, ഇതിൻ്റെ അകത്ത് ഫീഡ് ചെയ്തിരിക്കുക അല്ലേ? നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഗൂഗിൾ സെർച്ച് ചെയ്ത് നമ്മൾ ഏതെങ്കിലും കാര്യം അറിയണമെങ്കിൽ എന്ത് ചെയ്യും? അതങ്ങ് അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും? അതിന് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വരും. അതെങ്ങനെയാണ് വരുന്നത്? ഗൂഗിൾ അത് എന്ത് ചെയ്തിരിക്കുന്നു? ഇതിൻ്റെ അകത്ത് സേവ് ചെയ്തിരിക്കുകയാണ് എല്ലാം. അതുപോലെ തന്നെയാണ് കൽപ്പന എന്ത് ചെയ്യുന്നത്? കൽപ്പന നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യണം. കൽപ്പനകൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യണം അല്ലേ? അപ്പോൾ സേവ് ചെയ്താൽ എന്താണ് ഗുണം? അല്ല, നമ്മൾ മറന്നു പോകാനുള്ള സേവ് ചെയ്തിട്ട് അല്ലേ? ഓക്കെ, നമുക്ക് ആവശ്യം വരുമ്പം ഇത് എന്ത് ചെയ്യണം? നമുക്ക് തിരിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് സേവ് ചെയ്യുന്നത്. ആവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? തിരിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണ് നമുക്ക് ആവശ്യം? എല്ലാ സമയവും. ഓക്കെ, എല്ലാ സമയത്തും ഓർക്കണം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഓക്കെ, നിങ്ങളിങ്ങനെ പള്ളിക്കൂടത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പോയി ആകെ ഫോൺ വിളി നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണല്ലോ. ഫോൺ വിളിച്ച് പൈസ എല്ലാം എന്ത് ചെയ്യുന്നു? പൈസ തീരുന്നൊരു കയ്യും കണക്കും ഇല്ല. അങ്ങനെ പൈസ തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആരോട് ചോദിക്കും? നമുക്ക് 10 പൈസ ഇല്ലല്ലോ. ആരോ ചോദിക്കുന്നത്? പപ്പയോട് ചോദിക്കും അല്ലെ, മമ്മിയോട് ചോദിക്കും അല്ലെ, ചേട്ടനോട് ചേച്ചിയോട് ചോദിക്കും അല്ലേ? അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ കുറേയൊക്കെ എന്ത് ചെയ്യും? ആദ്യം ചോദിക്കുന്നത് പപ്പയുടെ ആയിരിക്കും അല്ലേ? പപ്പയോട് എത്ര പ്രാവശ്യം ചോദിക്കുന്നത് അല്ലേ? എത്ര പ്രാവശ്യം ചോദിക്കുക എന്നാണ് എത്ര ഫോൺ വിളി ചോദിച്ചാൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും. പിന്നെ ആരെ പോകണം? മമ്മിയുടെ അടുത്ത് പോകണം അല്ലേ? അമ്മയും പറഞ്ഞ് എന്നാ പറയും? എന്നാണ് എത്ര ഫോൺ വിളി, എന്നാണ് ഇത്തിരി ഫോൺ വിളി എന്ത് ചെയ്യും? പിന്നെ മമ്മിയുടെ അടുത്തും പോകത്തില്ല. പിന്നെ അതെല്ലാം എല്ലാ വഴിയും അടഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരു സംഗതി ഇരിക്കുകയാണെന്ന് നോക്കുമ്പോൾ പപ്പ എന്ത് ചെയ്തു? പപ്പ യാത്ര കഴിഞ്ഞ് വന്നിട്ട് പപ്പയുടെ ഷർട്ട് അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്, ഭയങ്കര തൂക്കിയിട്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ പേഴ്സ് തന്നെ അത് കിടപ്പുണ്ട് അല്ലേ? അപ്പുറം നമ്മൾ നോക്കുന്നു, ആരും കാണുന്നില്ല. എന്ത് ചെയ്യുന്നു? അതിൻ്റെ അകത്തുനിന്ന് ഒരു 100 രൂപ എന്ത് ചെയ്തു? 100 രൂപ എടുക്കാനായിട്ട് നമ്മൾ 100 രൂപ ഇങ്ങനെ എടുത്തപ്പോഴാണ് എന്നാ ഓർത്തേ? ഏത് കൽപ്പന? മോഷ്ടിക്കരുതെന്നുള്ള കൽപ്പന. അന്നേരം തന്നെ എന്ത് ചെയ്തു? പൈസ അവിടെ ഇട്ടിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലെന്നും പറഞ്ഞ് എന്ത് ചെയ്തു? പോയില്ലേ? മോഷ്ടിക്കാനുള്ള അവസരം വന്നപ്പോൾ ഏത് കൽപ്പന ഓടിയെത്തി? മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പന വന്നു. അതെങ്ങനെയാണ് വന്നേ? അത് നേരത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതാണ് അത് പഠിക്കണം എന്ന് പറയുന്നത്. കൽപ്പന പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? അത് ഓർമ്മ വരത്തുള്ളൂ അല്ലേ? ഓക്കെ, അപ്രേമയെ ബഹുമാനിക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ സ്ഥിരീകരണം എല്ലാം കഴിഞ്ഞ് എല്ലാം ഉറപ്പിച്ച് ബലപ്പെടുത്തി എന്ത് ചെയ്യാണ്? നമ്മൾ പോവുകയാണ് അല്ലേ? വീട്ടിൽ ചെന്നപ്പോഴാണ് പറയുന്നത്, ആ തീയൊന്ന് നീക്കിയിട്ട് എനിക്കിപ്പം നേരം. അത് ബഹുമാനമാണോ അപമാനമാണോ? അപമാനം. എന്താ കൽപ്പന? എന്താ കൽപ്പന? അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. എനിക്കിപ്പോൾ എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാ ഓർത്തേ? നേരമല്ലെന്ന് പറയാൻ വന്ന അല്ല, നേരം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭയപ്പെടുത്തി പറഞ്ഞു വന്നത്. മറ്റു പല വാക്കുകൾ എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ പറയാൻ വന്നതാണ്. അന്നേരം ഏത് കൽപ്പന ഓർമ്മ വന്നേ? നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനം. അന്നേരം എന്ത് ചെയ്തു? ദൈവം ക്ഷമിക്കണേ, അറിയാണ്ട് പറയാൻ തുടങ്ങിയതാണ് അല്ലേ? എന്നാ അമ്മ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോനോട് പറയണം, എടാ മോനെ കടയിൽ പോയി സാധനം മേടിച്ചിട്ട് എനിക്കിപ്പം ഫോൺ വിളിച്ചോണ്ടിരിക്കുക. അവനിങ്ങനെ മൊബൈൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അമ്മയുടെ സാധനം മേടിക്കാൻ വന്നൊരു ഓച്ച അല്ലേ? എനിക്കും നേരില്ലെന്ന് പറയാൻ വന്നതാണ്. അന്നേരമാണ് എന്നാ ഓർത്തേ? അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. എന്ത് ചെയ്തു? എന്നാ വെച്ചാൽ എന്നാ പൈസ ഞാൻ കൊണ്ട് മേടിച്ചുകൊണ്ടാണ് അല്ലേ? എത്ര നല്ല കൊച്ചാണ് അല്ലേ? എന്താണോ ഈ കൽപ്പന, അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇതുപോലുള്ള അവസരങ്ങളിൽ ഓർമ്മ വരും. അതാണ് കൽപ്പന ഉള്ളിലാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എസ്കേൽ പ്രവചനം പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്ത് ആക്കും? ഈ കൽപ്പന ഞാൻ എഴുതും. അന്ന് ഇസ്രായേൽ മക്കളുടെ നിങ്ങളുടെ പിതാക്കന്മാരുടെ
കല്ലിൽ എഴുതി കൊടുത്ത കൽപ്പനകൾ അവർ അനുസരിക്കാതെ ഇരുന്നതുകൊണ്ട് അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, അവരുടെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, അവരുടെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നിങ്ങൾ പ്രവാസത്തിലേക്കും ദൈവത്തിൻ്റെ ശിക്ഷയിലേക്കും പോകുന്നത് കൊണ്ട് എന്തു ചെയ്യും? ഞാനിനി ഈ കൽപ്പന എന്ത് ചെയ്യും? വീണ്ടും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും. കല്ലിലല്ല, ഹൃദയങ്ങളിൽ എഴുതും. നിങ്ങളുടെ ഹൃദയം എന്ത് ഹൃദയമാണ്? കല്ല് പോലുള്ള ഹൃദയമാണ്, അല്ലേ? നമ്മളങ്ങനെ സാധാരണ പറയുന്ന നിങ്ങളുടെ ഹൃദയം ഭയങ്കര കല്ലാന്ന് പറയും. കഠിന ഹൃദയൻ, അല്ലേ? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് കഠിന ഹൃദയൻ. പിന്നെ എന്നാ ഹൃദയനുണ്ട്? കഠിന ഹൃദയത്തിൻ്റെ എതിർപദം എന്താണ്? ലോല ഹൃദയം, അല്ലേ? കഠിന ഹൃദയമുണ്ട്, ലോല ഹൃദയം. നമ്മൾ ലോല ഹൃദയമൊന്നുമില്ല, നമുക്ക് എപ്പോഴും ഇത് തന്നെയാണ് കഠിന ഹൃദയം. കഠിന ഹൃദയന്മാരെന്ന് പറയും, അല്ലേ? നിങ്ങളുടെ ഹൃദയം കല്ല് പോലെയാണെന്നാണ് പറഞ്ഞത്. അതെന്ത് ചെയ്യും? നീക്കിയിട്ട് എന്ത് ചെയ്യും? മാംസളമായ ഹൃദയം തരും എന്ന് പറഞ്ഞിട്ട് പറയാണ്, എൻ്റെ കൽപ്പനകൾ എന്ത് ചെയ്യും? ആ ഹൃദയത്തിൽ എഴുതും. നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളത് അനുസരിച്ച് നടക്കുമാറാണ്. അവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞാനൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. ഈ കൽപ്പന എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഈ കൽപ്പന നമ്മുടെ ഉള്ളിലാക്കി നമ്മുടെ ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും അറിവുകൊണ്ടും എന്ത് ചെയ്യും? നമ്മളത് പഠിച്ച് ഉള്ളിലാക്കിയാൽ അത് പ്രായോഗികമാക്കുന്നത് എങ്ങനെയാണ്? ആരുടെ സഹായത്താലാണ്? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തമാണ്. നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹായത്തോടെയാണ് അത് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ വന്ന് ഈ കൽപ്പനകളെല്ലാം നിങ്ങൾ സ്വയമായിട്ട് ഏറ്റെടുക്കുകയാണ്, അല്ലേ? ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജ്ഞാനമാതാക്കന്മാരെടുത്ത ധാരാളമായ കൽപ്പനകളുണ്ടല്ലേ? ധാരാളമായ കൽപ്പനകളുണ്ട്. എന്തെല്ലാമെന്നറിയാമോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലല്ലേ? ഞാൻ ചെറുതായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് വേണ്ടി അവർ അന്ന് ഇവിടുന്ന് എടുത്തിട്ട് പോയ പ്രതിജ്ഞയാണ്. സ്നാനപ്പെടുത്തി നിങ്ങളിവിടെ കൊണ്ടുവന്നു, നിങ്ങളെ കൈകളിൽ അച്ഛന്മാരെടുത്ത് എന്ത് ചെയ്തു? അവിടെ കർത്തൃമേശ കൊണ്ടുപോയി നിങ്ങളെ പ്രതിഷ്ഠിച്ചു, അല്ലേ? കുഞ്ഞുനാളിൽ എന്നാ പറഞ്ഞു? ദൈവമേ, ഈ പൈതലിനേക്കും അങ്ങേക്കുള്ളവനായിട്ട് ഇരിപ്പാനായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അനുഗ്രഹിച്ച് നിങ്ങളുടെ പേരൻസിൻ്റെ തിരികെ കൊടുത്തിട്ട് പറഞ്ഞു, എന്ത് ചെയ്യണം? ഈ കൊച്ചിനോ ഈ കാര്യങ്ങൾ മുമ്പേ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? അവരെ പഠിപ്പിക്കണം. അവരെന്ത് ചെയ്യണം? അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനുള്ള പ്രാർത്ഥന എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കണം. അന്ന് ഇവിടെ നിർത്തി പറഞ്ഞിട്ട് പോയതാണ്. അന്ന് ആരെല്ലാം ഉണ്ടായിരുന്നു? ജ്ഞാനമാതാക്കന്മാരും മാതാപിതാക്കന്മാരും ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കൊച്ചിനെ എന്നാ ചെയ്യണം? കർത്താവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനുള്ള പ്രാർത്ഥന പഠിപ്പിക്കണം. നിങ്ങൾക്കറിയാമോ? ഓക്കെ. ഈ കൊച്ചിനെ 10 കൽപ്പന പഠിപ്പിക്കണം. അവരോട് പറഞ്ഞിട്ട് പോയാൽ അവർ പഠിപ്പിക്കാം. നിങ്ങൾ അറിയാമല്ലോ. പിന്നെ പറഞ്ഞു, ഈ കൊച്ചിനെ വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം. വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം. എത്ര വിശ്വാസ പ്രമാണം? ഏതെല്ലാം? ഓക്കെ. സാധാരണ നമ്മൾ ഏതെല്ലാം വിശ്വാസ പ്രമാണം ഉപയോഗിക്കുന്നു? അപ്പോസ്തല വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്നാ വിശ്വാസ പ്രമാണമാണ്? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അല്ലെങ്കിൽ നീക്കിയ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്ത് വിശ്വാസ പ്രമാണം? ഓക്കെ. ഈ ദുരുപദേശങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. സ്കിസംസ് എന്നാണ് അതിന് പറയുന്നത്. ദുരുപദേശങ്ങൾ. സഭയിൽ ദുരുപദേശങ്ങൾ വന്നിരുന്നു. ദുരുപദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് പറയാം, ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലിലാണ് ദുരുപദേശങ്ങൾ വന്നത്. യേശു ദൈവപുത്രനാണെന്ന്, ദൈവപുത്രനല്ലെന്നും ഉള്ള പഠിപ്പേര്, ദൈവപുത്രനാണെന്നും അല്ലെന്നുള്ള പഠിപ്പേര്, ദൈവമാണെന്നുള്ള പഠിപ്പേര്, ദൈവം അല്ല എന്നുള്ള പഠിപ്പേര്, പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുള്ള പഠിപ്പേര്, ദൈവം അല്ലെന്നുള്ള പഠിപ്പേര്, ദൈവം പിതാവ് ആ ഒരു പഠിപ്പേര്, ദൈവമാണെന്നുള്ള പഠിപ്പേര്. അങ്ങനെ പലതരത്തിലുള്ള പഠിപ്പിക്കലുകളുണ്ടായി, ആദ്യകാല സഭകളിലുണ്ടായി. അതുകൊണ്ട് അപ്രകാരമുള്ള ദുരുപദേശങ്ങളെ അതിജീവിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ അതാണ് ദൈവം. വിശുദ്ധ തിരുവഴുത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും, പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും എന്ന് ആ ത്രിയേക ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഉപദേശമാണ് നമ്മുടെ സഭയൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്. മേലെ ചർച്ച എല്ലാ സഭകളും, ഒട്ടുമുക്കാലും സഭകൾ അതാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതങ്ങനെ അല്ലാത്തൊരു പഠിപ്പിക്കലുണ്ടായ സമയത്ത് ഈ തൃത്വവിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടായത്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ അവരുപയോഗിച്ചിരുന്ന പദങ്ങൾ ഉപയോഗിച്ചാണ് അപ്പോസ്തലിക വിശ്വാസ പ്രമാണം ഉണ്ടാക്കിയിരിക്കുന്നത്. നിക്കോയ സുന്നകദോസിൽ ഏതാണ്ട്
AD 300 തുടങ്ങിയുള്ള കാലഘട്ടങ്ങളിൽ നിക്കിയൻ എന്ന് പറയുന്ന സ്ഥലത്ത് സഭാപിതാക്കന്മാർ ഒരുമിച്ച് കൂടി ഒരു വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചു. ആ വിശ്വാസ പ്രമാണം നിക്കിയ വിശ്വാസ പ്രമാണം എന്ന് പറയും. അത്താനാസ്യോസ് എന്ന് പറഞ്ഞ സഭാപിതാവ്, വിശുദ്ധനായ മനുഷ്യൻ, തൃത്വവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി, പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ വിശ്വാസ പ്രമാണമാണ് എന്ത്? അത്താനാസ്യോസിൻ്റെ വിശ്വാസ പ്രമാണം എന്ന് വളരെ ദീർഘമായ വിശ്വാസ പ്രമാണമാണ്. അതിൻ്റെ അകത്താണ് പറയുന്നത് പിതാവ് ദൈവമാണ്, പുത്രനും ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, എങ്കിലും 3 ദൈവങ്ങളല്ല ഒരു ദൈവം അത്രേ. അങ്ങനെ തന്നെ പഠിപ്പിച്ചാണ് അത് പോകുന്നത്. അതായത് തൃത്വവിശ്വാസത്തെ ഉറപ്പിക്കുന്ന പ്രമാണങ്ങളാണ് അത് കാണുവാൻ സാധിക്കും. ഓക്കെ, ഓരോരോ കാലഘട്ടങ്ങളിൽ അത് രൂപീകരിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൻ്റെ പേരും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ പേരിലും അത് അറിയപ്പെടുന്നു. ഓക്കെ, അത് എന്ത് ചെയ്യണം? വിശ്വാസ പ്രമാണം എന്ത് ചെയ്യണം? നിങ്ങളെ പഠിപ്പിക്കണം. ആരെടുത്ത പ്രതിജ്ഞ? നിങ്ങളുടെ പപ്പായും മമ്മിയും ജ്ഞാനവാക്കന്മാരെ എടുത്ത് പ്രതിജ്ഞ. പിന്നെ ഈ കൊച്ച് നല്ല പൈതലായിട്ട് വളരാൻ എന്ത് ചെയ്യണം? സുഹൃത്തത്തോടെ വളർത്തപ്പെടേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. എന്ന് പറഞ്ഞാൽ ഈ കൊച്ച് ഒരു മോശം സ്വഭാവം നിങ്ങളിൽ നിന്ന് കണ്ടു പഠിക്കരുത്. മനസ്സിലായല്ലോ? നിങ്ങളിൽ നിന്ന് ഈ കൊച്ചിന് മോശം സ്വഭാവം കണ്ടുപിടിക്കരുത്. എന്ന് പറഞ്ഞാൽ കുറെ കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ ഈ കൊച്ചിന് മുമ്പിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു ചീത്ത വർത്തമാനം പറയരുത്, ഒരു അരുതാത്ത വാക്ക് എന്ത് ചെയ്യരുത്? പറയരുത്. നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യരുത്? വഴക്ക് കൂടരുത്, അടി കൂടരുത്, ഒച്ച ഉണ്ടാക്കരുത്, അതിലേക്ക് ഒരു ബഹളം ഉണ്ടാക്കരുത്. അതൊന്നും ഈ കൊച്ചിൻ്റെ അടുത്ത് വെച്ച് ചെയ്യരുത്. കള്ള് കുടിച്ച് നിങ്ങൾ വരുന്നത് ആര് കാണരുത്? ഈ കൊച്ച് കാണരുത്. വീടി വലിച്ച് നടക്കുന്ന, കഞ്ചാവ് വീടിയൊന്നും വലിച്ച് നടക്കുന്ന ആര് കാണരുത്? ഈ കൊച്ച് കാണരുത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആര് കാണരുത്? ഈ കൊച്ച് കാണരുത്. അപ്പോൾ ആ കൊച്ചിൻ്റെ ഈ വഴിതെറ്റിപ്പോകാനുള്ള കാരണം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കൊച്ചിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കണം. അവരെന്ത് ചെയ്തു? എല്ലാം ഉപേക്ഷിച്ചാണ്. നിങ്ങൾ ജ്ഞാനവാക്കന്മാരോ മാധവക്കന്മാർ ഈ തരത്തിലുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പിള്ളേർക്ക് ഉത്തരവില്ല കേട്ടോ. എന്തോ അവർക്ക് ഭയങ്കരമായിട്ട് കുഴപ്പമുണ്ടായിട്ടുണ്ട്. പള്ളി കഴിഞ്ഞവർക്ക് ഇറങ്ങണമല്ലോ എന്ന് വിചാരിച്ചാണ് എന്ത് ചെയ്തത്? അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെല്ലാം അവർ ഉപേക്ഷിച്ചു കേട്ടോ. അന്ന് ആ ഉപേക്ഷിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഇന്ന് പറയുകയാണ് അവർ ഞങ്ങൾക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകൾ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ പ്രതിജ്ഞകൾ ഇന്ന് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇനി ഞങ്ങൾ മേലാൽ എന്ത് ചെയ്യത്തില്ല? ഒരു ചീത്ത വർത്താനം ഈ വാക്കി നാവിൽ നിന്ന് വരികയോ, ഒരു അനുസരണക്കേട് ഞങ്ങൾ ചെയ്യുകയോ, കൽപ്പനയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തനമോ മോശം ജീവിതമോ ഒന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? അവയെല്ലാം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ തീരുമാനം എടുത്തിട്ട് പോകാൻ പോണേ. അതാണ് ഇന്നത്തെ പ്രത്യേകത. നിങ്ങളൊരു നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനും തീരുമാനം എടുത്തുകൊണ്ട് പോകുന്ന ദിവസമാണ്. കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം പറയണം. അതിന് വേറെ ഒരു ചോദ്യം, നിങ്ങൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുമോ എന്നാണ് ചോദ്യം. ദൈവാലയത്തിലേക്ക് വരുമോ? നിങ്ങൾ അന്നേരം എന്നാ പറയും? വരുമെന്ന് പറയും അല്ലേ? വേദോസം വായിക്കുമെന്നാ പിന്നത്തെ ചോദ്യം. ഇന്ന് വേദോസം വായിച്ച, പള്ളി വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചത് കേൾപ്പിക്കുക. ഇന്ന് ദേവാലയത്തിൽ വരുന്നതിന് മുമ്പ് വേദോസം വായിച്ച. ഓക്കെ, കൈതാതെ. ഇന്ന് ദേവാലയത്തിൽ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചവർ. ഓക്കെ, കൈതാതെ. മാധവക്കന്മാർ ജ്ഞാനവാക്കന്മാർ കേൾക്കാൻ വേണ്ടി പറയാ. എല്ലാ പിള്ളേരും എന്ത് ചെയ്തില്ല? ഇന്ന് പ്രാർത്ഥിച്ചില്ല. എല്ലാ പിള്ളേരും എന്ത് ചെയ്തില്ല? പിള്ളേർ പറയുന്നത് ശരിയല്ല. നമ്മുടെ മക്കൾ എന്ത് ചെയ്തില്ല? എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും ഇന്ന് എന്ത് ചെയ്തിട്ടില്ല? വേദോസം അവർ വായിക്കാതെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? പ്രതിജ്ഞ എടുക്കാൻ പോവാണ്. ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വേദോസം വായിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യണം? വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പങ്കുചേരണം. കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്നാ? വീട്ടിൽ കേട്ടില്ല? എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കുടുംബ പ്രാർത്ഥന. രാവിലെ വൈകുന്നേരം അങ്ങനെ പ്രാർത്ഥനയുള്ള ഒന്ന് വീട്ടിൽ നിന്ന് വന്ന പിള്ളേരെ കഴിപ്പിക്കുക. ഇങ്ങനെ കഴിപ്പിക്കാം. ഓക്കെ, രാവിലെ വൈകുന്നേരവും കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥന ഉള്ളവർ. ഓക്കെ, ഒരാളിങ്ങനെ കഴിപ്പിക്കുന്നുണ്ടേ. ഓക്കെ, ഇരിക്കട്ടെ. വൈകുന്നേരം പ്രാർത്ഥന ഉള്ളവർ കഴിപ്പിക്കും. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥന.
8 നോമ്പ്. ഓക്കെ, മാതാപിതാക്കന്മാർ കേൾക്കാൻ പറയുകയാണ്, നിങ്ങളുടെ മക്കളാണ് അല്ലെ നമ്മുടെ മക്കളാണ്, നമ്മുടെ വീട്ടിൽ എന്തില്ല എന്നവർ പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവർ പ്രാർത്ഥനയില്ല, പാട്ടില്ല, ദിവസം വായനയും ഇല്ല. പിന്നെ പിള്ളേർ നന്നാകണമെന്ന് പറഞ്ഞാൽ വല്ലതും നന്നാകുമോ? കാരണം നല്ല കാര്യം അവർ കേട്ടിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ പറയുന്ന സാറിന് പറയുന്ന പോലെ നമ്മൾ ഞണ്ടിൻ്റെ സ്വഭാവമാണ്. ഞണ്ടിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞണ്ടെങ്ങനെയാണ് നടക്കുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? അത് സൈഡ് വലിഞ്ഞാണ് പോകുന്നത് അല്ലേ? നേരെ എത്ര ശ്രമിച്ചാലും അതെന്ത് ചെയ്തില്ല, പോകത്തില്ല. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പപ്പന്മാരും അമ്മമാരും ഡാഡിമാരും ഒക്കെ പറയുന്നത് എന്താണ്? മക്കളെ, നിങ്ങൾ എങ്ങനെ പോകണം? നിങ്ങൾ നേരെ പോകണം. പിള്ളേർ എത്ര ശ്രമിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, നേരെ പോകാൻ പറ്റുന്നില്ല. പിള്ളേർ എങ്ങനെ ശ്രമിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നേരെ പോകാൻ പറ്റത്തില്ല. അവർ വഴക്ക് കേട്ട് മടുത്ത് ഉടനെ മക്കൾ പറഞ്ഞു, അമ്മേ അപ്പ ഞങ്ങൾ മടുത്ത്, നിങ്ങളൊന്ന് കാണിച്ചതാ എങ്ങനെയാണ്. ഞണ്ടിൻ്റെ കാര്യമാണ് പറയാറ്, നിങ്ങളുടെ കാര്യമല്ല, ഞണ്ടിൻ്റെ കാര്യമാണ്. ഞണ്ട് കുഞ്ഞുങ്ങളെല്ലാം നോക്കിയിരിക്കുകയാണ്, അമ്മ എങ്ങനെ പോകുന്നു, ചെരിഞ്ഞേച്ചു. കാരണം അതിന് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും എന്ത് ചെയ്യണം? ഇതനുസരിച്ച് പോകാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? വേറെ ആരും കാണിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? വേദവസം വായിക്കണം, വിശുദ്ധ വേദവസം വായിക്കണം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ വചനം വായിക്കുന്നവരും വായിച്ച് കേൾക്കുന്നവരും ഇതനുസരിക്കുന്നവരും ആരാണ്? ആരാ? ഭാഗ്യവാന്മാർ. ഓർത്തോണം, ഇത് വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ഇതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്. ഇതനുസരിക്കുന്നവർ, കൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കൽപ്പന അനുസരിക്കുന്നവർക്ക് അനുഗ്രഹം, ദൈവിക അനുഗ്രഹം എത്ര തലമുറ ഉണ്ടാവും അറിയാമോ? 1000 തലമുറ വരെ ഉണ്ടാവും. അനുസരിക്കാത്തവരോ 3ഉം 4ഉം തലമുറ വരെ മക്കളുടെ മേലെ എന്ത് ചെയ്യും? വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 1000 ആണോ 3ഉം 4ഉം തലമുറയാണോ നല്ലത്? 1000 തലമുറയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അത് നമ്മൾ തിരഞ്ഞെടുക്കുക. ദൈവത്തിന് എന്ത് ചെയ്യുക? വായിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഏത് ആവശ്യങ്ങളൊന്നുമില്ല, അതിന് പോകുന്നതിന് മുമ്പായി എന്ത് ചെയ്യുക? നിങ്ങൾ പ്രാർത്ഥിക്കണം. സക്രമം എത്ര ഉണ്ട് മക്കളെ? സക്രമം 2 ഏതെല്ലാം? ബപ്തിസ്മയും തിരുവത്താഴം. ഓക്കെ, നമ്മൾ ഏത് പള്ളിക്കാരാണ്? നമ്മൾ CSI എന്ന് പറയുന്ന ഫുൾ ഫോം എന്താ? എന്തായാലും മറ്റ് സഭകളുടെ വ്യത്യാസം? വേറെ 2-3 സഭയുടെ പേര് പറഞ്ഞ്. കത്തോലിക്ക സഭ ഏതാ? ഓർത്തഡോക്സ് സഭ, പെന്തിക്കോസ്ത് സഭകൾ, സാൽവേഷൻ ആർമി. ഓക്കെ, എല്ലാ സഭകളുണ്ടല്ലേ? ഓക്കെ, ആ സഭ ഈ സഭയോടുള്ള വ്യത്യാസം എന്നാ? കേട്ടില്ല? ഓക്കെ, വിഗ്രഹാരാധന ഉണ്ടെന്നോ ഇല്ലെന്നോ? അവരും പറയുന്നത് ഞങ്ങളൊന്നും ആരെയും വിഗ്രഹത്തെ ആരാധിക്കില്ലെന്നാണ് പറയും. കുമ്പസാരം. നമുക്ക് കുമ്പസാരം ഇല്ലേ? കുമ്പസാരം എന്ന് പറഞ്ഞാൽ പാപമേറ്റ് പറയാന്ന് കേട്ടോ. സിമ്പിളായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കുമ്പസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപമേറ്റ് പറയുക. നമുക്ക് പാപമേറ്റ് പറച്ചിലുണ്ടോ? ഉണ്ട്. പിന്നെ എന്നാ വ്യത്യാസം? നമ്മൾ ഡയറക്റ്റായിട്ട് പറയുന്നു. അവരച്ഛനോട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്നേരം അച്ഛനും പ്രാർത്ഥിച്ച് പാപമോചനം കൊടുത്താണ് എന്ത് ചെയ്യുന്നത്? വിടുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് നമ്മൾ പാപമേറ്റ് പറഞ്ഞോ? നിങ്ങൾ ആരെങ്കിലും പാപമേറ്റ് പറഞ്ഞോ? ഇന്ന് ഈ ആരാധന പാപമേറ്റ് പറച്ചിലുണ്ടായിരുന്നോ? CSIക്കാർക്ക് പാപമേറ്റ് പറച്ചിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്നത് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ ആരെല്ലാം പാപമേറ്റ് പറഞ്ഞു ഇന്ന്? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഏതാണ്ട് 200 ചില്ലുവാനും ആൾക്കാർ, വിശ്വാസികൾ, വലിയ വിശ്വാസികൾ ഉണ്ട്. 200 ചില്ലുവാനും പേര്. ഒരൊറ്റ ആളാണ് കൈപൊക്കിയത്. CSI പള്ളിയിലെ ആരാധനയിൽ പാപമേറ്റ് പറഞ്ഞത് എത്ര പേരാ? ഒറ്റയാണ്. ചിലർക്ക് അറിയത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയത്തില്ല.
പാവയേറ്റ് പറച്ചിൽ ഉണ്ട്. അത് നമ്മുടെ ആരാധനയ്ക്കകത്തുള്ള പാവയേറ്റ് പറയാതെ എന്ത് ചെയ്തില്ല, അടുത്ത ഭാഗത്തേക്ക് പോകത്തേയില്ല. പാപം വേറ്റ് പറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, തിരുവചനത്തിൻ്റെ വായന പോലും ഉള്ളൂ. പിന്നീടാണ് പ്രസംഗം പോലും എന്ത് ചെയ്ത് വരുന്നത്. പാപം വേറ്റ് പറഞ്ഞതിന് ശേഷമാണ് അത് വരുന്നത് അല്ലേ. ഓർത്തോണം, പാപം വേറ്റ് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പാപം നമ്മളെ ആരാക്കുന്നു? അശുദ്ധരാക്കും. പാപം നമ്മെ അശുദ്ധരാക്കും. പാപം വേറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ആരായി? ആരായി? പാപം നമ്മളെ അശുദ്ധരാക്കുന്നു. പാപം വേറ്റ് പറയുമ്പോഴോ വിശുദ്ധരായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശുദ്ധരാണോ? വിശുദ്ധരാണോ? ചോദ്യം ശ്രദ്ധിച്ചേക്കട്ടെ. വിശുദ്ധരാണോ? ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? നിങ്ങളെ പാപം എന്ത് ചെയ്തില്ല? ഏറ്റു പറഞ്ഞില്ലെന്ന് എപ്പോൾ പറഞ്ഞ്? പാപം ഏറ്റു പറഞ്ഞവരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആരുമില്ല. എന്നിട്ട് പിന്നെ പറയാം വിശുദ്ധരാണ്. അതിന് ഇടപാടാ. ഓക്കെ, നമ്മളിവിടെ വന്ന് ആരാധനയ്ക്ക് വന്നിരിക്കും. നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ തെക്കോട്ട് മടക്കും നോക്കി ഇരിക്കരുത്. നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ആമേൻ പറയുന്നത്, അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോ. ദൈവം ആരാകുന്നു? ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? ആരാധന ആരംഭിക്കും. ഓർത്തോണം, ഒരുത്തൻ അവനിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവൻ തന്നെ വഞ്ചിച്ചു. മനഃപൂർവ്വമായി ഒരുത്തൻ പാപമേറ്റ് പറഞ്ഞാൽ അവൻ്റെ പാപം ക്ഷമിപ്പാൻ തക്കവണ്ണം മനസ്സിലുള്ളവനാണ് നമ്മുടെ ദൈവം. അതും ഇവിടെ പറയുന്നു. കൃപാമൊഴികൾ എന്നാണ് അതിന് പറയുന്നത്. അതല്ല ഇന്ന് വായിച്ചത്. ഓക്കെ, വളരെ ശ്രദ്ധയോടെ നമ്മൾ ആരാധനയ്ക്ക് പങ്കെടുക്കണം. ഇതെല്ലാം കാണുന്ന ഒരു ദൈവം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട് എന്ന് മറന്നു പോകാൻ. ആ പടി കടന്ന് നമ്മളിങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് മറന്നു പോകാൻ. ദൈവ ആരാധനയ്ക്ക് വേണ്ടി എവിടെയെല്ലാം സ്ഥലങ്ങൾ വേർതിരിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദൈവമായ സാന്നിധ്യമുണ്ട്. നമ്മളത് ഒന്നാമത്തെ ആലയ പ്രതിഷ്ഠയിൽ സലോമോൻ രാജാവ് പ്രാർത്ഥിച്ചത് പ്രകാരമാണ്. ദൈവമേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഈ ആലയത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അന്ന് രാത്രിയിൽ സലോമോന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വപ്നത്തിൽ വീണ്ടും പ്രത്യക്ഷനായി പറഞ്ഞു, നിന്റെ പ്രാർത്ഥന പോലെ ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന പോലെ ഞാൻ എല്ലാം അനുവദിച്ചു തന്നിരിക്കുന്നു. എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എപ്പോഴും ഈ ആലയത്തിൽ ഉണ്ടായിരിക്കും. ഇവിടെ വന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും. ഈ മുറ്റത്ത് നിന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദിവ്യമായ സാന്നിധ്യം, എൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ദേവാലയത്തിനുള്ളിൽ വന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും. ദേവാലയത്തിന് പുറത്ത് നിന്നൊരാൾ ഇവിടെ ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യമുണ്ട് ഇത് എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതിനകത്ത് പറഞ്ഞു വരുമ്പോൾ പറയുന്നുണ്ട്, ഒരു അന്യദേശത്ത് നിങ്ങൾ പാപം ചെയ്ത് എന്നോട് എനിക്ക് ഇഷ്ടക്കേട് പ്രവർത്തിച്ച് അന്യദേശത്ത് പോയി പ്രവാസികളായിട്ട് പാർക്കുമ്പോൾ യെരുശലേം ദേവാലയം അതിന് ദിക്ക് നോക്കി ഒരാൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയും ഞാൻ എന്ത് കേൾക്കും. നമുക്കറിയാം, അതിനകത്ത് പറഞ്ഞു ദാനിയേൽ പ്രാർത്ഥിച്ചു. അവൻ എല്ലാ ദിവസവും എന്ത് ചെയ്തു? അവൻ താമസിക്കുന്ന വീടിൻ്റെ മാളിക മുറിയുടെ ജനൽ വാതിൽ എങ്ങോട്ട് തുറന്നിട്ടു? യെരുശലേമിന് നേരെ തുറന്നിട്ട് പ്രാർത്ഥിച്ചു എന്നാണ്. വെറുതെ പ്രാർത്ഥിച്ചതല്ല, കാറ്റ് കയറാൻ വേണ്ടി തുറന്നിട്ടതുമല്ല. ദൈവത്തിൻ്റെ വചനം അസന്നിക്കുന്നുണ്ട് പറയുന്നു, ദൈവാലയത്തിൻ്റെ ദിക്ക് നോക്കി ഒരുത്തൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമുക്കറിയാം, ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പിന്നീട് അവർ പ്രവാസം വിട്ട് എന്ത് ചെയ്യുന്നു? യെരുശലേമിൽ വരുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ വരുമ്പോൾ അത് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ കണ്ണിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് ദൈവം നമ്മളെ കാണുന്നു. നിങ്ങളിവിടെ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നതും ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നതല്ല ആര് കാണുന്നു? ജീവനുള്ള ദൈവം, ഞാൻ വിശ്വസിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം കാണും. ആ ഒരു ഓർമ്മ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയം, ദൈവത്തിൻ്റെ ഹൃദയം എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ഹൃദയമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. ഹൃദയം കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ കാണുക എന്നാണ് അർത്ഥം. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. അതിനെയാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദേവാലയത്തിൽ വരുന്നുണ്ട്, പക്ഷേ നിങ്ങളിവിടെയില്ല. അർത്ഥശൂന്യമായ ആരാധന എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് വളരെ ശക്തമായിട്ട് അപലപിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ. ദൈവം യെശയ്യാവിനോട് പറഞ്ഞ് അപലപിക്കുന്നതാണത്. നിങ്ങളിവിടെയില്ല, ആലയത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ശരിയാണ്, പക്ഷേ ആലയത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ വേറെയാണ്, നിങ്ങളുടെ വിചാരങ്ങൾ വേറെയാണ്. ധാരാളം ഉദാഹരണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചിന്തിക്കുന്നത്. നിങ്ങളിവിടെയില്ല,
ശരീരം ഇവിടെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അന്ന് പിതാക്കന്മാർ ആരാധിച്ച അതേ ദൈവത്തെ തന്നെയാണ് ഇന്ന് നമ്മൾ യേശുവിലൂടെ ആരാധിക്കുന്നത്. മറന്നു പോകരുത്. ആ ദൈവത്തിന് യാതൊരു വ്യത്യാസവുമില്ല. ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയാണ്. ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ ഒരേ ഒരു മാർഗം വിശുദ്ധി മാത്രം. അതിനുള്ള മാനദണ്ഡങ്ങളാണ് എന്ത് ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. യേശുവിൻ്റെ രക്തത്താൽ അല്ലാതെ എന്ത് ചെയ്യത്തില്ല, നമുക്ക് ദൈവത്തിൻ്റെ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റും. നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കും. കാരണം യേശുവിൽ കൂടെ അല്ലാതെ നമുക്ക് വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റും. പ്രിയമുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ എന്ത് ചെയ്യണം? യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കാരണം അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്ത് ചെയ്തിരിക്കുന്നു? വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. യേശു തന്നെ എന്ത് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വായിക്കണത് ദൈവത്തിൻ്റെ വചനമാണ്, അല്ലേ? ഇത് കാലാതീതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലാതീതമാണ് വചനം. മുമ്പ് അവിടെ പറഞ്ഞ പോലെ 1600 വർഷങ്ങൾ കൊണ്ട് 34 എഴുത്തുകാരാൽ എഴുതിയ അതിശ്രേഷ്ഠമായ വചനം. ഇതിനകത്ത് നമ്മളുടെ സന്ദേശങ്ങൾ പല രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ചിലത് പത്തി രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്, ചിലത് ഗത്തി രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്, ചിലത് ചരിത്രമാണ്, ചിലത് യുദ്ധത്തിൻ്റെ ചരിത്രമാണ്, ചിലത് ആൾക്കാരുടെ ജീവിതമാണ്, ചിലരുടെ ജീവിത അതേ രീതിയിൽ വരച്ച് എഴുതിയിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. ചിലത് യുദ്ധങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു, ചിലത് വിജയങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ചിലത് യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു, ചില ശത്രു നിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അല്ലേ? ചിലടത്ത് കോട്ടകൾ പിടിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതെല്ലാം നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു. എങ്ങനെ ആ കാലഘട്ടത്തിൽ അവർ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളത് വായിച്ച് മനസ്സിലാക്കിയെടുക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമെന്നാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാൻ അല്ലാതെ നമുക്ക് ചെയ്യാണ്ട് പറ്റുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ മേൽ ദൈവമേ, ഇവർ പഠിച്ച ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തെ അനുഷ്ഠിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിരുടെ മേൽ പകരണമേ എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അല്പം മുമ്പ് പാടിയ പാട്ട്, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ. എന്തിനുള്ള ശക്തി? തിന്മയോട് എതിർത്ത് നിൽപ്പാൻ, നന്മ പ്രവർത്തിപ്പാനുള്ള ശക്തി. അതാണ് ശക്തി. അത് ദൈവമാണ് നമുക്ക് നൽകുന്നത്. നന്മയുടെ ഉറവിടമാണ് ദൈവമാണ് നമുക്ക് നൽകുന്നത്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരും, ശക്തീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ നമുക്ക് വളരെ പ്രാർത്ഥന വേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മളെ അതിനായിട്ട് ഒരുക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ സകല ബഹുമാനം മഹത്വവും കലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.